നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക ക്രിക്കറ്റിൽ ഇനി ഒരൊറ്റ രാജാവേയുള്ളൂ, അത് ഭാരതമാണ്. 2026 ടി20 ലോകകപ്പ് കിരീടം അഹമ്മദാബാദിലെ മണ്ണിൽ സൂര്യകുമാർ യാദവും സംഘവും ഉയർത്തുമ്പോൾ ഓരോ മലയാളി പടയുടെയും നെഞ്ച് അഭിമാനം കൊണ്ട് വിങ്ങുകയായിരുന്നു. എന്തുകൊണ്ടെന്നല്ലേ, ഈ ലോകകപ്പ് വിജയത്തിന്റെ നെടുംതൂൺ നമ്മുടെ സ്വന്തം സഞ്ജു സാംസനാണ്. ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ തകർത്തടിച്ച ആ 89 റൺസ്, ടൂർണമെന്റിലുടനീളം അടിച്ചുകൂട്ടിയ 321 റൺസ്, ഒടുവിൽ ലോകകപ്പിന്റെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എന്ന സുവർണ പുരസ്കാരം സഞ്ജുവിന്റെ കൈകളിലെത്തുമ്പോൾ അത് ചരിത്രമാവുകയായിരുന്നു. ഈ മെഡൽദാന ചടങ്ങിൽ സഞ്ജുവിന്റെ പേര് വിളിച്ചപ്പോൾ സ്റ്റേഡിയത്തിലുണ്ടായ ആ ആവേശാരവം നിങ്ങൾ കേട്ടോ? നമുക്ക് ആ വിസ്മയ നിമിഷങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കാം. ന്യൂസിലൻഡിനെതിരെയുള്ള ഫൈനലിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്കു വേണ്ടി സഞ്ജുവും അഭിഷേക് ശർമ്മയും ചേർന്ന് നൽകിയത് സ്വപ്നതുല്യമായ തുടക്കമാണ്. കിവീസ് ബൌളർമാരെ നിലം തൊടിയിക്കാതെ പറത്തിയ സഞ്ജു വെറും 46 പന്തിൽ നിന്നാണ് 89 റൺസ് അടിച്ചുകൂട്ടിയത്. 5 ഫോറുകളും 8 കൂറ്റൻ സിക്സറുകളും ആ ഇന്നിംഗ്സിന് മാറ്റുകൂട്ടി. ടി20 ലോകകപ്പ് ഫൈനലിലെ ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് 89 ഇനി സഞ്ജുവിന്റെ പേരിലാണ്. വിരാട് കോഹ്ലിയുടെയും മാർലോൺ സാമുവൽസിന്റെയും റെക്കോർഡുകൾ പഴങ്കഥയാക്കിക്കൊണ്ടാണ് സഞ്ജു ഈ നേട്ടം സ്വന്തമാക്കിയത്. പവർ പ്ലേയിൽ സഞ്ജു നടത്തിയ ആ ആക്രമണം തന്നെയാണ് ഇന്ത്യയെ 255 എന്ന കൂറ്റൻ സ്കോറിലെത്തിച്ചത്. മത്സരം കഴിഞ്ഞ് മെഡൽദാന ചടങ്ങിലേക്ക് വരാം. ഓരോ താരങ്ങളെയും സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ ഗാലറിയിൽ വലിയ കയ്യടികൾ ഉയരുന്നുണ്ടായിരുന്നു. എന്നാൽ അനൗൺസർ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് സഞ്ജു സാംസൺ എന്ന് വിളിച്ച നിമിഷം അതു വിവരിക്കാൻ വാക്കുകളില്ല. 86,000-ലധികം വരുന്ന കാണികൾ ഒരേ സ്വരത്തിൽ സഞ്ജുവിന്റെ പേര് വിളിച്ചുകൂവി. സഞ്ജു വെറുമൊരു കളിക്കാരനല്ല, മറിച്ച് ഇന്ത്യയുടെ വികാരമാണെന്ന് ആ നിമിഷം തെളിയിച്ചു. ഒരിക്കൽ ടീമിൽ പോലും ഇടമില്ലാതെ ബെഞ്ചിലിരിക്കേണ്ടി വന്ന താരം ഇന്ന് ലോകകപ്പിന്റെ താരമായി മാറുമ്പോൾ അത് കാലത്തിന്റെ കാവ്യനീതിയാണ്. സഞ്ജു വേദിയിലേക്ക് നടന്നുവന്നപ്പോൾ സ്റ്റേഡിയത്തിലുണ്ടായ ആ ഗർജനം ഓരോ മലയാളിക്കും അഭിമാന നിമിഷമായിരുന്നു. ഈ ചരിത്ര വിജയത്തിനു പിന്നാലെ BCCI ടീം ഇന്ത്യയ്ക്കായി 131 കോടി രൂപയുടെ ബമ്പർ സമ്മാനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ വലിയൊരു തുക നമ്മുടെ സഞ്ജുവിനും ലഭിക്കും. കൂടാതെ ഒരു ലോകകപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരം എന്ന വിരാട് കോഹ്ലിയുടെ റെക്കോർഡും സഞ്ജു ഇത്തവണ മറികടന്നു. സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും സഞ്ജുവിനെ നേരിട്ട് അഭിനന്ദിച്ച വാർത്തകൾ നാം കണ്ടു. ഏറ്റവും അർഹതയുള്ള ആൾക്ക് തന്നെ ഈ പുരസ്കാരം ലഭിച്ചു എന്നാണ് വിരാട് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. സച്ചിൻ സഞ്ജുവിന്റെ ഗെയിം സെൻസിനെ വാനോളം പുകഴ്ത്തി. ഇതിഹാസങ്ങൾ പോലും സഞ്ജുവിനെ അംഗീകരിക്കുമ്പോൾ ഇനി ആർക്കും അദ്ദേഹത്തിന്റെ കഴിവിനെ ചോദ്യം ചെയ്യാനാവില്ല. സുഹൃത്തുക്കളെ, ഈ സഞ്ജു സാംസന്റെ ഐതിഹാസിക തിരിച്ചുവരവിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? ഫൈനലിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് നിങ്ങളെ എത്രത്തോളം ആവേശം കൊള്ളിച്ചു? ലോകകപ്പിന്റെ താരമായി സഞ്ജു മാറിയതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സഞ്ജു ആരാധകർ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സഞ്ജുവിന്റെ കൂടുതൽ മാസ് വീഡിയോകൾക്കായി സ്പോർട്സ് പിച്ച് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.